പിണറായി വിജയൻ 5-8 മണിക്കൂർ വീട്ടിൽ അങ്ങനെ റെയ്ഡിന് ഇരുന്ന് കൊടുക്കുന്ന കാണുമ്പോൾ റെയ്ഡിനിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങാതിരിക്കണം. അത് കാണുമ്പോൾ ഒരു സുഖം. സീറോ മലബാർ സഭയുടെ 99% ഇൻസ്റ്റിറ്റ്യൂഷൻസും കൃത്യമായ കണക്ക്, അത് ആ കാര്യത്തിൽ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. സഭയുടെ കണക്കുകൾ കാര്യങ്ങൾ ഭയങ്കര ക്ലിയറാണ്. പിന്നെ ആർക്കാ പ്രശ്നം? ആ പ്രശ്നം കോൺഗ്രസിന് ആ ഇഷ്യൂവിനെ അവർ അഡ്രസ്സ് ചെയ്തപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചു പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ഘടകം BJPക്ക് അനുകൂലമായിരുന്നില്ല. ഇലക്ഷന് മുമ്പേ കുരിശുപള്ളിക്ക് മുകളിൽ BJPയുടെ കൊടി കെട്ടി അടുത്ത പ്രചരണം. ഒരു പണിയും ചെയ്യാതെ ഞങ്ങൾ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് സുഖമായി ഇപ്പം കേരളം ഭരിക്കുന്നവർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോൺ ജോർജ് ഇന്ത്യ ലൈവിൻ്റെ സ്റ്റുഡിയോയിലുണ്ട്. സ്വാഗതം ഷോൺ. ഏതായാലും വലിയ സന്തോഷം ഷോൺ ഇവിടെ വന്നത്. പക്ഷേ ഷോൺ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചത് ഷോൺ നമ്മുടെ ഫ്ലോറിലേക്ക് വരുന്നത് പാലായുടെ MLA എന്ന നിലയിൽ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷയല്ല. കേരളത്തിൽ ഒരുപാട് ആളുകൾ ഷോൺ ജോർജിന് ഇത്രമാത്രം ആരാധകരുണ്ട് എന്ന് ഞാൻ പോലും മനസ്സിലാക്കിയത് നമ്മുടെ ചില വീഡിയോകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്തപ്പോഴാണ്. കേരളം വല്ലാത്ത പ്രതീക്ഷയോടെ കാത്തിരുന്നു നിയമസഭയിൽ ഉണ്ടാവേണ്ടുന്ന ഒരാൾ. ആശാൻ്റെ കാര്യത്തിലാണല്ലോ. നിങ്ങൾ രണ്ടുപേരും പൂഞ്ഞാറിൽ നിന്നും പാലായിൽ നിന്നും നിങ്ങൾ രണ്ടുപേർ ആ നിയമസഭയിൽ ഉണ്ടായാൽ കേരള നിയമസഭയ്ക്ക് വലിയ മാറ്റം ഉണ്ടാവുമായിരുന്നു. കാരണം നിർഭയം നിരന്തരം സർക്കാരിനെതിരെ ശബ്ദിക്കാൻ, അനീതികൾ ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന രണ്ട് മുഖങ്ങളായിരുന്നു. ഒന്നാമത് അച്ഛൻ്റെ ഒരു പപ്പയുടെ അഗ്രസീവായിട്ടുള്ള പാരമ്പര്യം അത്ര വയലൻ്റായിട്ട് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഷോണും ഒട്ടും മോശമല്ല. പക്ഷേ ഞങ്ങൾ തന്നെ ഇന്ത്യ ലൈവ് തന്നെ പ്രതീക്ഷിച്ചത് പാല ഇങ്ങെടുത്തു എന്നാണ്. പാലായിൽ അതുപോലത്തെ വലിയ പ്രചണ്ഡമായ പ്രചരണം ജനങ്ങൾക്കിടയിൽ ഷോൺ ജോർജിനെ കുറിച്ചാണ് സംസാരിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ പാല ഇങ്ങ് കൊണ്ടുപോരും എന്ന് കരുതിയിട്ട് അത് കിട്ടാതെ വന്നപ്പോൾ വലിയ നിരാശയുണ്ടായി. ശരിക്കും എന്താ പാലായി പറ്റിയത്? ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് 4 ഘടകങ്ങളുണ്ട്. അതിലൊന്ന് സംഘടനയാണ്, 2 സ്ഥാനാർത്ഥിയാണ്, 3 സാമുദായിക സമവാക്യങ്ങളാണ്, 4 പൊളിറ്റിക്സാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആ 4ാമത്തെ ഫാക്ടർ അനുകൂലമായിരുന്നില്ല. കാരണം രാഷ്ട്രീയം 4ാമത്തെ രാഷ്ട്രീയം പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ഘടകം BJPക്ക് അനുകൂലമായിരുന്നില്ല. അത് BJPയോടുള്ള വിരോധം കണ്ടല്ല, അത് പിണറായി വിജയനോടുള്ള വലിയ വിരോധം, ആ ആൻറ്റി ഇൻക്യുബൻസി ഫാക്ടർ, സർക്കാർ വിരുദ്ധ ആ വലിയ വികാരം പൂർണ്ണമായും UDFന് അനുകൂലമായി പോയി. BJP അധികാരത്തിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ആർക്കും തന്നെ ഇല്ലായിരുന്നു. അത് തുറന്ന സമയം BJP അധികാരത്തിലെത്തും, BJP കുറച്ച് സീറ്റ് പിടിക്കും എന്നുള്ളത് മാത്രമായിരുന്നു ചിന്ത. അപ്പോൾ ആളുകൾക്കൊരു ചിന്തയുണ്ടായത്, ഇനി BJPക്ക് നമ്മൾ വോട്ട് കൊടുത്താൽ പിണറായി എങ്ങാനും ഇടതുപക്ഷം ടൈറ്റാണ്. അവസാനത്തെ സർവേകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. 68, 74 ഒരു ചാനൽ സർവേകളും അല്ലെങ്കിൽ പ്രീപോൾ സർവേകളൊന്നും ഈ നോർമലി സംസാരിക്കുമ്പോൾ 75-ന് മുകളിലോട്ട് UDFന് പറയുന്നില്ല. അത് UDFന് ഭയങ്കര ഗുണം ചെയ്തു. കാരണം ഇങ്ങനെ വരുമ്പോൾ പിണറായി വീണ്ടും വന്നാലോ എന്നൊരു ചിന്ത രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്ന് സഖാക്കന്മാർ പോലും അടച്ചുകൊണ്ട് UDFനോട്. അപ്പം എനിക്കൊരു 20 പേരെങ്കിലും 20 UDF സ്ഥാനാർത്ഥികളെങ്കിലും അവർ ജയിച്ചത് വിശ്വസിക്കാൻ മേലാത്തവരുണ്ട്. ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് എങ്ങനെ ജയിച്ചു. എന്നോട് 1-2 MLA പറഞ്ഞു, ഇത്രയും ഭൂരിപക്ഷമോ പടച്ച നമ്പുരാൻ ഇത് എങ്ങനെ വന്നു ഞങ്ങൾക്കറിയില്ല. അല്ല, എന്നോട് എനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ പോലും മനസ്സിക്കപ്പം പോലും എന്നോട് ഞങ്ങൾ വളരെ സൗഹൃദമുള്ള ആളുകളാണ്. അപ്പം ഞാൻ ഇലക്ഷന് ശേഷം ഞങ്ങൾ തമ്മിലിരുന്ന് ഏത് മണ്ഡലത്തിൽ എന്നാ കിട്ടും ഇപ്പോൾ കിട്ടും എന്ന് ഞങ്ങൾ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞ്, ഇന്നടത്ത് എനിക്കവിടെ 1000 വോട്ട് ഭൂരിപക്ഷം, ഇപ്പോൾ പഞ്ചായത്ത് പറയുന്നില്ല, ഒരു പഞ്ചായത്ത് എനിക്ക് 1000 വോട്ട് ഭൂരിപക്ഷം കിട്ടും. അപ്പോൾ പറയാം, രാമപുരം പഞ്ചായത്ത് എനിക്ക് 1000 വോട്ട് ഭൂരിപക്ഷം കിട്ടും, 750 മുതൽ 1000 വോട്ട് എനിക്ക് ഭൂരിപക്ഷം കിട്ടും. അത് മനസ്സിലാക്കാൻ ഞാൻ വേണമെങ്കിൽ സാധ്യതയുണ്ട്, എന്നാൽ പോലും നമുക്കൊരു വലിയ വ്യത്യാസമില്ല. പക്ഷേ 2000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയത് അദ്ദേഹം പ്രതീക്ഷിച്ച 1000 ആണ്. അവിടെ 2000 വോട്ട് ഭൂരിപക്ഷത്തിലേക്ക് പോയി. ആ 1000 വോട്ടെന്ന് പറയുന്നത് 100% എന്നിലേക്ക് വരേണ്ട വോട്ടാണ്. അത് പോയി. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പാലായിൽ സമുദായ സമവാക്യങ്ങളിൽ FCRA ശരിക്കും ക്രൈസ്തവ സഭയോ അല്ലെങ്കിൽ ക്രൈസ്തവരെ ബാധിക്കുന്നൊരു വിഷയമല്ലെങ്കിലും ഇത് ക്രൈസ്തവർക്കെതിരെയുള്ളൊരു BJPയുടെ മൂവ്മെൻറ്റായി ചിത്രീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഒരുപക്ഷേ പൂഞ്ഞാറിലും തിരുവല്ലയിലും പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും ഈ 4 പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് മണ്ഡലങ്ങൾ, എന്നാൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിമാരെ മത്സരിച്ച പാർട്ടിയുടെ ഭാരവാഹികൾ മത്സരിച്ച മണ്ഡലങ്ങളാണ് ഈ 4 മണ്ഡലങ്ങൾ. ഈ 4 മണ്ഡലങ്ങളിലും FCRA പ്രചരണം വലിയ രീതിയിൽ ബാധിച്ചു. അപ്പം 2 ഫാക്ടേഴ്സ്
എതിരായി. 2 ഫാക്ടറീസ് എതിരായി. അല്ല ശരിക്കും അത് സംഘടന ശരിയാ, പാലായിൽ നമുക്ക് നല്ല അല്ല, സംഘടന. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, സംഘടനകളിലേക്ക് വരാം. ഈ താഴെ തട്ടിലുള്ള സാധാരണ സഭാവിശ്വാസികൾക്ക് FCRAയിൽ പ്രശ്നമുണ്ടോ? ആർക്കും പ്രശ്നമില്ല. ഉം. സഭയ്ക്കും പ്രശ്നമില്ല, അതാണ് രസം. മാന്യമായി കണക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സീറോ മലബാർ സഭയുടെ 99% ഇൻസ്റ്റിറ്റ്യൂഷൻസും കൃത്യമായ കണക്ക്, അത് ആ കാര്യത്തിൽ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. സഭയുടെ കണക്കുകൾ, കാര്യങ്ങൾ ഭയങ്കര ക്ലിയറാണ്. പിന്നെ ആർക്കാ പ്രശ്നം? പക്ഷേ ആ പ്രശ്നം കോൺഗ്രസ്സിന് ആ ഇഷ്യൂവിനെ അവർ അഡ്രസ്സ് ചെയ്തപ്പോൾ കോൺഗ്രസ് അത് മുതലെടുത്തു. ഒരു സ്റ്റേജിൽ നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുത്തി, നമ്മളിതിനെക്കുറിച്ച് കാര്യങ്ങൾ, അത് ബില്ല് മാറ്റിവെപ്പിച്ചു, അതിനുശേഷം സഭയെ ബോധ്യപ്പെടുത്തി. പക്ഷേ അപ്പോഴത്തേനും കോൺഗ്രസ് അതൊരു വലിയ BJPയുടെ ഒരു ക്രൈസ്തവ വിരുദ്ധ നിലപാടായി അതിനെ ചിത്രീകരിച്ചു. അത് വലിയ പ്രചരണമായിരുന്നു നടന്നത്, ഭയങ്കര പ്രചരണം. പിന്നെ പാല കുരിശുപള്ളിക്ക് താഴേന്ന് ഞാൻ ക്രെയിനിൽ കൊടി വീശുന്നൊരു പടം. ഈ കുരിശുപള്ളി എന്ന് പറഞ്ഞാൽ 200 അടി പൊക്കമാണ്, 200-250 അടി പൊക്കം. അതെ അതെ, പാലയുടെ ഒരു ലാൻഡ്മാർക്കാണ്. ഞാൻ നിന്ന ക്രെയിൻ 45 അടി പൊക്കത്തിലാണ്. താഴേന്ന് ഫോട്ടോ എടുത്തപ്പം എൻ്റെ കൈ പിടിച്ചിരിക്കുന്ന കൊടി കുരിശുപള്ളിയുടെ മുകളിലാണ്, ആംഗിള് വന്നപ്പോഴത്തേക്കും. അപ്പം ഇലക്ഷന് മുമ്പേ കുരിശുപള്ളിക്ക് മുകളിൽ BJPയുടെ കൊടി കെട്ടി. അടുത്ത പ്രചരണം. അപ്പോൾ ഓരോ രീതിയിൽ പ്രചരണങ്ങൾ പോയതാണ്. അപ്പം ഇതെല്ലാം കൂട്ടി വായിച്ചപ്പോൾ ഒരു ഭയപ്പാടുണ്ടാക്കാൻ കഴിഞ്ഞു. ഷോൺ ജോർജ് ഒക്കെ അവർക്കറിയാവുന്ന ആളാണെങ്കിലും BJPയുടെ സ്ഥാനാർത്ഥിയായ ഷോൺ ജോർജിനെ ഒരു ഭയപ്പാടുണ്ടാക്കാൻ കോൺഗ്രസ് വളരെ ആസൂത്രിതമായി കഴിഞ്ഞു. അല്ലെങ്കിൽ 100%, ഞാൻ പറഞ്ഞില്ലേ, 10,000-ന് മുകളിലൊരു ഭൂരിപക്ഷത്തിലേക്ക്, ഞാൻ 18,000 വോട്ട് വരെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച ഒരു സമയത്ത് അവിടെ നിന്നും അത് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ലാസ്റ്റ് ഈ 2 ഘടകങ്ങൾ, ഒന്ന് പൊളിറ്റിക്സ്, അതായത് LDF UDF രാഷ്ട്രീയം, അവിടെ BJP അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു സമാന്തര സംവിധാനമായി പിണറായിയെ റീപ്ലേസ് ചെയ്യാൻ BJP എത്തിയിട്ടില്ല എന്നുള്ളത് ആ ഒരു പ്രചരണം ഉണ്ടായി. പ്രചരണമല്ല, യാഥാർത്ഥ്യമാണ്. നമുക്ക് കുറച്ച് സീറ്റ് കിട്ടുന്നില്ല. പക്ഷെ അപ്പം പിണറായി വീണ്ടും വരുമോ, നമ്മൾ കൂട്ട് ചെയ്യുമ്പോൾ പിണറായി വീണ്ടും വരുമോ എന്നുള്ള ഓരോ സാധാരണക്കാരനും വലിയ പ്രതിസന്ധി ഉണ്ടായി. മാത്രമല്ല UDF എന്തധ്വാനിച്ചിട്ടാണ്, അധ്വാനിച്ച മുഴുവൻ നമ്മളാണ്. അത് ശബരിമല വിഷയമാണെങ്കിലും മാസപ്പടി വിഷയമാണെങ്കിലും ഈ പിണറായി വിജയനെതിരെ ഓരോ ചെറിയ വിഷയങ്ങളിലും പണിയെടുത്തത് BJPയാണ്. അതിന് ഞങ്ങൾ നല്ല സുഖമായി പണിയെടുത്ത് കറി വെച്ചിട്ട് ഇല വിരിച്ചു വെക്കും, അവർ വന്ന് ചോറിട്ടിട്ട് പോകും. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പിണറായിയുടെ ഗിമ്മിക്സാണ് ഏറ്റത്. അത് കഴിഞ്ഞ് വന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് UDFന് കിട്ടിയതിൻ്റെ അടിസ്ഥാനം ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന മാസപ്പടി കേസാണ്. ആ 6 മാസം മാസപ്പടി മാത്രമാണ് കേരളം ചർച്ച ചെയ്തത്. അതെ അതെ, അതിലാണ് പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറിയത്. അതുവരെ പിണറായി ക്യാപ്റ്റനായിട്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഗുണവും UDFന് കിട്ടി, ശബരിമലയുടെ ഗുണവും UDFന് കിട്ടി. ഒരു പണിയും ചെയ്യാതെ ഞങ്ങൾ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് സുഖമായി ഇപ്പം കേരളം ഭരിക്കുന്നവർ. അതാണ് ഇപ്പം നടന്നത്. സംഘടനയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്, അപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അല്ല, സംഘടന ഞാൻ പറഞ്ഞ സംഘടനയും നമ്മുടെ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം BJPയുടെ പ്രവർത്തകർ വളരെ സാധാരണക്കാരും നല്ല പ്രവർത്തകരുമാണ്. പക്ഷേ ഈ എലക്ഷൻ ഗിമ്മിക്സുകളിൽ അത്ര പരിചിതമല്ല. അതായത് വോട്ട് പിടിച്ചെടുക്കാൻ അത് സൂത്രപ്പണി അറിയത്തില്ല. അപ്പം അതും ഇനി നമ്മൾ കുറേ കാര്യങ്ങൾ, അതായത് രാഷ്ട്രീയക്കാരായി നമ്മുടെ പ്രവർത്തകരെ നമ്മൾ കുറേ മാറ്റേണ്ടതായിട്ടുണ്ട്. എന്നാൽ മുഴുവൻ പ്രവർത്തകരെ ആത്മാർത്ഥതയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും, അത്രയും ആത്മാർത്ഥത. പക്ഷേ ഈ വീടുകളിൽ ചെന്ന് രാഷ്ട്രീയം പറയുന്നതിൽ നമ്മുടെ ആളുകൾ അത്ര അങ്ങായിട്ടില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 1.5 ഫാക്ടറി പാലായിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. 4 ഫാക്ടറി, 3 ഫാക്ടറി വന്നിടത്ത് ജയിച്ചു. അതായത് നേമത്ത് സ്ഥാനാർത്ഥി, സമുദായ ഘടന, സംഘടന, 3 ഫാക്ടറി വന്നിടത്ത് ജയിച്ചു. കഴക്കൂട്ടത്ത് ഈ 3 ഫാക്ടറി സ്ഥാനാർത്ഥി, സംഘടന, സമുദായ ഘടനകൾ എല്ലാം കൃത്യമായി അവിടെ ജയിച്ചു. ചാത്തന്നൂർ ഇതെല്ലാം ചെയ്തു. അവിടെ നേരെ മറിച്ച് ആ പൊളിറ്റിക്സ് അനുകൂലമായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ 20,000 വോട്ട് ഭൂരിപക്ഷം വന്നേ. അതെ അതെ, നമ്മുടെ മുരളിയേട്ടന് എനിക്ക് തോന്നുന്നത് 10,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം മുരളിയേട്ടൻ അവിടെ ഉണ്ട് ലോക്സഭയിൽ. അവിടെ പക്ഷെ മുരളിയേട്ടൻ 500 വോട്ടിനാണ് ജയിക്കുന്നത്. ശരി, ഇത് രാജീവ് ചന്ദ്രശേഖരൻ്റെ മുരളീധരൻ്റെ കുഴപ്പം കൊണ്ടല്ല, അവർ മികച്ച നേതാക്കന്മാരായതുകൊണ്ടാണ് ജയിച്ചത്. പക്ഷേ ആ ആൻറ്റി ഇൻക്ലൂസീവ് ഫാക്ടർ UDFന് അനുകൂലമായി പോയി. അവിടെ ഒരു മനുഷ്യനെ ജനം ഇത്രമാത്രം വെറുത്തു എന്ന് മനസ്സിലായില്ല.
ഇത്ര മാത്രമുണ്ട് എന്നുള്ളത് ഞാൻ പണ്ട് മുതലേ വിരോധിയാണല്ലോ. പക്ഷേ ജനം ഇത്രമാത്രം വെറുത്തിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. അല്ല, ഞാൻ ഷോണിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. എൻ്റെ വീട്ടിൽ പോലീസ് കയറിയത് 2 മണിക്കൂറാണ്, പിണറായി വിജയൻ്റെ വീട്ടിൽ 8 മണിക്കൂറാണ്. അതെ, അപ്പം അതൊരു വേട്ടയാടിയിട്ടുണ്ടല്ലേ പിണറായി? പിന്നെ 3-4 കേസുകളെടുത്ത് PC ജോർജിനെ തലങ്കം വിലങ്ങും അറസ്റ്റ്. ദൈവം ഉള്ളത് കൊണ്ടും എന്നെ സഹായിക്കാൻ എവിടുന്നൊക്കെയോ കുറേ നല്ല മനുഷ്യരിറങ്ങി വന്നതുകൊണ്ടും, അത് പോലീസ് ഉൾപ്പെടെ, പോലീസും അഭിഭാഷകരും കോടതി ഉൾപ്പെടെ ബോധ്യപ്പെട്ട കോടതികളും നമ്മളോടൊപ്പം നിന്നുകൊണ്ടാണ് ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ അദ്ദേഹം ഇപ്പോഴും പുറത്തു വന്നത്. അമ്മതിന് വേട്ടയാടി. അതിപ്പോൾ സ്വാഭാവികമായിട്ടും അതികായനായ പിണറായി വിജയൻ്റെ വീട്ടിൽ CRPF CISF ഒക്കെ വന്ന് ചുറ്റും നിന്ന് പിണറായി വിജയൻ 5-8 മണിക്കൂർ വീട്ടിൽ അങ്ങനെ റെയ്ഡിന് ഇരുന്ന് കൊടുക്കുന്ന കാണുമ്പോൾ, റെയ്ഡിനിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങാതിരിക്കണം. അത് കാണുമ്പോൾ ഒരു സുഖമുണ്ട് എനിക്ക്. അത് സുഖം ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറയുന്നതാവും. എൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ എൻ്റെ 2 കുഞ്ഞു പിള്ളേർ, കൊറോണ സമയമാണ്. ആ റെയ്ഡ് നടക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ഫോൺ എടുത്തുകൊണ്ട് പോയി. പിള്ളേർ ടാബിൽ ഗെയിം കളിക്കുന്ന ടാബൊക്കെ എടുത്തുകൊണ്ട് പോയി. അതിപ്പോഴും കിട്ടിയിട്ടില്ല, കോടതി ഇരിക്കുകയാണ്. അത് ശരി, കുട്ടികളുടെ ഫോൺ, എൻ്റെ കുട്ടികളുടെ ഫോൺ. ഇതെല്ലാം എൻ്റെ ഫോൺ കൊടുത്തല്ലേ. എൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഫോൺ കൊടുത്തു. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് എൻ്റെ ഫോണിനകത്ത് പിണറായി വിജയൻ്റെ എൻ്റെ ലാപ്ടോപ്പിനകത്ത് പിണറായി വിജയൻ്റെ CMR കേസുമായി ബന്ധപ്പെട്ട്, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകളുണ്ട് അറിയണം. അത് പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു റെയ്ഡ്. മറ്റൊരു പേരിൽ, അതായത് മറ്റേ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറഞ്ഞാണ് ഈ റെയ്ഡ് നടത്തിയത്. എന്നിട്ട് എൻ്റെ പിള്ളേരുടെ ഫോണെല്ലാം എടുത്തുകൊണ്ട് പോയി, ലാപ്ടോപ്പെല്ലാം എടുത്തു, മറ്റേ ടാബെല്ലാം എടുത്തുകൊണ്ട് പോയി. ടാബ് ഉണ്ടില്ല, എൻ്റെ ലാപ്ടോപ്പാണ് തപ്പിയത്. എൻ്റെ ലാപ്ടോപ്പ് ഞാൻ സാമാന്യ വിവരമുണ്ടെങ്കിൽ അവർക്ക് റീച്ചബിൾ അടുത്ത് വെക്കില്ല. അപ്പം എൻ്റെ ഫോൺ ഞാൻ കൊടുത്തില്ല. എൻ്റെ ഫോൺ കൊടുത്തു വെച്ചാൽ എൻ്റെ ഫോൺ ഞാൻ കൃത്യമായിട്ട് അവർ വന്ന് കയറിയ സമയത്ത് തന്നെ ഞാൻ മാറ്റി. എൻ്റെ ഫോണിനകത്ത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അവരുടെ കാൽക്കുലേഷൻ ശരിയായിരുന്നു, പക്ഷേ കൊടുത്തില്ല. ഇപ്പോഴും പറഞ്ഞില്ല, എൻ്റെ പിള്ളേരുടെ മുഴുവൻ ലാപ്ടോപ്പ്, ടാബും മൊബൈൽ ഫോണും ഒക്കെ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. അല്ല, ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു വലിയൊരു ക്രൈയല്ല, പ്രതിഷേധം വന്നു. അതായത് BJP ഏറ്റവും കൂടുതൽ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് വന്നു. വലിയ തോതിൽ സഭയുമായി അടുക്കാൻ ശ്രമിച്ചു. എന്നിട്ട് BJPയെ ചതിച്ചു എന്നൊരു പരാതി വലിയ തോതിലുണ്ടായി. എങ്ങനെ തോന്നുന്നു പാലായിലെ? എവിടുന്ന പരാതി വന്നു? BJP പ്രവർത്തകരും അനുഭാവികളായിട്ടുള്ള ആളിങ്ങനെ പറയുന്നു. അത് പ്രചരണം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ BJP ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറി. അതറിയാൻ മേലഞ്ഞിട്ടാണ്. ഇപ്പം കഴിഞ്ഞ 46 വർഷത്തെ BJPയുടെ ചരിത്രം എടുത്താൽ കഴിഞ്ഞ 2 വർഷക്കാലം ഗംഭീരമായി ഞങ്ങൾ ആ കാര്യത്തിൽ വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാൻ ആത്മാഭിമാനത്തോട് പറയാം, ഞാൻ ആ ചുമതല വഹിച്ച ആളാണ്. ഈവൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ വെച്ച് എന്താണെന്നറിയാം, ഞങ്ങളുടെ ഈ മുന്നേറ്റത്തെ തടയിടാൻ മാർഗമില്ലാത്തതുകൊണ്ട് KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആവുമെന്ന് ചേട്ടൻ വിചാരിച്ചിരുന്നു. ഒരു സാധാരണ ഒരു പാവം മനുഷ്യൻ. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് റോമൻ കത്തലിക്കനായ ഒരാൾ വന്നില്ല എങ്കിൽ BJPയുടെ റോമൻ കത്തലിക് സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ചും സിറോ മലബാർ സഭയിൽ ഞങ്ങളുടെ ഒരു മൂവ്മെൻറ്റ് ഭീകരമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത്. ഇപ്പോൾ തന്നെ എടുത്തു നോക്കിയോ, ചാണ്ടി ഹുമനെ വെറ്റിയിട്ട് റോജി എം ജോണിനെ എന്തിനാ മന്ത്രിയാക്കി. എന്നിട്ട് വിദ്യാഭ്യാസ വകുപ്പ് വിഭജിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൻ്റെ നിന്ന് മേടിച്ച് റോജി ഏൽപ്പിച്ചു. എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഇപ്പുറത്ത് നടത്തുന്ന പണി എന്താണെന്ന് BJP ഭയം കൊണ്ടാണ്. BJPയെ ഭയം കൊണ്ട് മാത്രമാണ് റോജി എം ജോൺ മന്ത്രിയായിട്ടുള്ളത്. അത് കൃത്യമായിട്ട്. കാരണം ഞങ്ങൾ ഇപ്പോൾ ഇവർ കാണുന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പൊന്നും അല്ല ക്രൈസ്തവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇപ്പോൾ കേരളത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഇതൊന്നുമല്ല. കേരളത്തിൻ്റെ OBC, പ്രത്യേകിച്ചും ഈഴവ സമുദായത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഇതൊന്നുമല്ല. ഇതൊക്കെ BJP അഡ്രസ്സ് ചെയ്യാൻ പോവുക. ഇവിടെ കാണിക്കുന്ന തോന്നിവാസങ്ങൾ, പ്രത്യേകിച്ച് സംവരണ കാര്യങ്ങൾ നടക്കുന്ന അനീതി, അതിലുപരി മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാരുടെ സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇവിടെ കോൺഗ്രസ് കാണിക്കുന്ന ഇരട്ടത്താപ്പ് തുറന്ന് കാണിക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ജനവിഭാഗം മുഴുവൻ ഞങ്ങളോട് പോരും. നോ ഡൗട്ട്, എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഇത് ഞാൻ പറയട്ടെ, 2 മുന്നണികൾ ഇവിടെ, ഈ 3 മുന്നണികൾ കേരളത്തിലുള്ള അവസാന തെരഞ്ഞെടുപ്പാണിത്. ഇനി 3 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഏത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ 2 മുന്നണി കാണുള്ളൂ. അതിലൊന്ന് NDA ആയിരിക്കും, രണ്ടാമത്തെ ഇന്ത്യ മുന്നണി ആയിരിക്കാം, അല്ലെങ്കിൽ LDF ആയിരിക്കാം.
രണ്ടും ഒന്നാണല്ലോ. രണ്ടും ഒന്നാണല്ലോ, അത് ഇന്ത്യ മുന്നണിയല്ലേ. ഞാൻ പറഞ്ഞത് ഇവിടെ 3 മുന്നണികളുള്ള അവസാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയി. ഇനി 2 മുന്നണി ഉണ്ടാവും. ഇനി 2 മുന്നണി ഉണ്ടാവും. അത് ഇവർക്ക് ഒന്നിക്കാതെ തരമില്ല. ആ വലിയ മൂവ്മെന്റ് നമ്മൾ നടത്തും, ഒരു സംശയം വേണ്ട. ഇത് 3 സീറ്റിൽ നിന്നും 95 സീറ്റിലെത്താനുള്ള ഞാൻ ഈ ഷിഫ്റ്റിനൊന്നും വലിയ സമയമൊന്നും വേണ്ട, വളരെ നിസ്സാരമാണ്. പല സംസ്ഥാനങ്ങളും ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ ഇതൊന്നുമല്ല. ഈ 30 ലക്ഷം വോട്ട് നമുക്ക് കിട്ടിയില്ലേ, തോക്കുമെന്ന് ഉറപ്പുള്ള, ഒരിക്കലും കേരളം ഭരിക്കുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടാണ് ഈ 30 ലക്ഷം. അത് ജയിക്കുന്നൊരു പ്രതീക്ഷ കൊടുത്ത് നോക്കി ഒറ്റയടിക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ഓഫീസിൽ 4 പേരുണ്ട്, അതിൽ 4 പേരും മോദിയെ ഇഷ്ടപ്പെടുന്നവരാണ്. അതിൽ ഒരാളായിരിക്കും ഇപ്രാവശ്യം BJP വോട്ട് ചെയ്തത്, ബാക്കി 3 പേരും കോൺഗ്രസിനോ LDFിനോ വോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറും. പക്ഷേ ഞങ്ങൾ ജയിക്കുമെന്നുള്ള വിശ്വാസം കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ 4 പേര് വോട്ട് ചെയ്യും. 4 പേര് വോട്ട് ചെയ്യും. കാരണം അവരുടെ ഉള്ളിൽ മോദിയുണ്ട്. അത് ഞങ്ങൾ കൊടുക്കും ഈ 5 വർഷം കൊണ്ട്. ഈ നിയമസഭയിൽ എടുത്തു നോക്കി, ഈ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് യഥാർത്ഥ പ്രതിപക്ഷം ആരാണെന്ന് ചോദിച്ചാൽ TV കാണുന്നവരും പത്രം വായിക്കുന്നവരും ഒറ്റ വാക്കിൽ പറയും BJP ആണ്. അല്ല, കഴിഞ്ഞ ഏതാനും ദിവസം കേരള നിയമസഭയിൽ 5 ദിവസം കൊണ്ട് പ്രൂവ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് 5 വർഷം ഞങ്ങൾക്ക് മിച്ചമാണ്. അതുകൊണ്ട് 5 ദിവസം കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, അതുപോലെ ഗോവിൻ ചേട്ടൻ, 3 പേരും ഗംഭീര പെർഫോമൻസ്. യഥാർത്ഥ പ്രതിപക്ഷം BJP ആണെന്ന് 5 ദിവസം കൊണ്ട് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉണ്ടാകും കേരളത്തിൽ, ഒരു സംശയം വേണ്ട. അതിനുള്ള ജോലി ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പാലയിൽ തന്നെ ഫോക്കസ് ചെയ്യുമോ? അല്ല, അത് എന്നോട് ഞാനിപ്പോൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ വലിയ സിദ്ധാന്തമാണെന്ന് പറയും. ഞാൻ ശരിക്കും പാർട്ടിക്കുള്ളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് സംഘടനാ പ്രവർത്തനം ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ഒരു സീറ്റ് പരിശ്രമിച്ചാലൊക്കെ വേണമെങ്കിൽ എനിക്ക് കിട്ടാം അല്ലേ. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 ലോക്സഭാ മണ്ഡലങ്ങൾ ഞാൻ ഏറ്റെടുക്കാം, ഞാൻ പുറകെ നിന്ന് ഞാൻ ജയിപ്പിച്ചോളാം. ഒരു സംശയം വേണ്ട, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഡീലിമിറ്റേഷൻ വന്ന് 30 ആയിട്ടുണ്ടെങ്കിൽ, 30 സീറ്റാണെങ്കിൽ 10 സീറ്റ് BJP പിടിച്ചിരിക്കും. 10 സീറ്റ് BJP പിടിക്കും. ഇപ്പം 20 ആണെങ്കിൽ 5 സീറ്റുകൾ പിടിക്കും. കാരണം ഡീലിമിറ്റേഷൻ വരുമ്പോഴുള്ള വ്യത്യാസങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. 30 ആണെങ്കിൽ BJPക്ക് 10 MPമാർ കേരളത്തിൽ നിന്നുണ്ടാവും. 20 ഡീലിമിറ്റേഷൻ നടന്നില്ലെങ്കിൽ 5 പേര് 100% ഞങ്ങൾ ജയിച്ചിരിക്കും, നോ ഡൗട്ട്സ്. അതിനുള്ള ജോലി ഞങ്ങൾ തുടങ്ങി. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷോൺ വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് ആവേശമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഷോണിൻ്റെ വർത്തമാനം നമ്മൾ തുടരുന്നുണ്ട്. നമ്മുടെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. നമുക്ക് വർത്തമാനം തുടരാം.